അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 21 ചൊവ്വാഴ്ച. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പിൽ 60.09% പോളിംഗ്. ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയത്, 73%. മഹാരാഷ്ട്രയിലാണ് കുറവ് പോളിംഗ്, 48.88%. ബീഹാറിൽ 52.55%. ജമ്മു കാശ്മീരിൽ 54.21%. ജാർഖണ്ഡിൽ 63%. ഒഡീഷയിൽ 60.72%, ഉത്തർപ്രദേശിൽ 57.43%, ലഡാക്കിൽ 67.15% എന്നിങ്ങനെയാണ് പോളിംഗ്. സംസ്ഥാനത്തെ LDF സർക്കാർ 3 വർഷം പൂർത്തിയാക്കുമ്പോൾ ജനകീയ വികസന മാതൃക കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നിറവേറ്റിയും പുതിയ പദ്ധതികൾ ഏറ്റെടുത്തും കേരള വികസന മാതൃക പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ്. കേരളത്തിന്റെ ശോഭനമായ ഭാവിക്കും സമഗ്ര പുരോഗതിക്കുമായി നമുക്ക് പ്രയത്നിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലിരുന്ന 5 വയസ്സുകാരി മരിച്ചു. മലപ്പുറം മുന്നിയൂർ സ്വദേശി ഫത്വയാണ് മരിച്ചത്. ഒരാഴ്ചയായി കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്റർ ചികിത്സയിലായിരുന്നു. മലപ്പുറം കടലുണ്ടി പുഴയിൽ നിന്നാണ് വൈറസ് ബാധ ഏറ്റതെന്നാണ് സംശയം. അവയവം മാറ്റി ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ബിജോൺ ജോൺസനെ മെഡിക്കൽ കോളേജ് പോലീസ് ചോദ്യം ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് ചോദ്യം ചെയ്തത്. നാവിൽ കെട്ട് കണ്ടതിനെ തുടർന്നാണ് അടിയന്തര പ്രാധാന്യത്തോടെ കുഞ്ഞിന്റെ നാവിൽ ശസ്ത്രക്രിയ നടത്തിയതെന്ന വാദത്തിൽ ഡോക്ടർ ഉറച്ചുനിന്നു. ശസ്ത്രക്രിയ സമയത്ത് ഒപ്പമുണ്ടായിരുന്ന നഴ്സുമാർക്കും ഡോക്ടർമാർക്കും ഒപ്പമാണ് ചോദ്യം ചെയ്തത്. മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വൈദ്യുതി ബിൽ അടച്ചാൽ വലിയ ഇളവുകൾ ലഭിക്കുമെന്ന പ്രചാരണം വ്യാജമെന്ന് KSEB. ഉപഭോക്താക്കളെ വഞ്ചിതരാക്കി പണം തട്ടുക ലക്ഷ്യമിട്ടുള്ള ഇത്തരം വ്യാജ പ്രചാരണങ്ങളിൽ കുടുങ്ങരുതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് നെടുമ്പാശ്ശേരിയിൽ പിടിയിലായ സബിത് നാസറിന്റെ മൊഴിയിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. അവയവക്കടത്തിനായി പ്രധാനമായും യുവാക്കളെ കണ്ടെത്തുന്നത് ഹൈദരാബാദ്, ബാംഗ്ലൂരു പോലെയുള്ള നഗരങ്ങളിൽ നിന്നാണെന്നും 6 ലക്ഷം രൂപ വരെയാണ് പ്രതിഫലമായി നൽകുന്നതെന്നും സബിത് പറഞ്ഞു. സബിത് നാസർ വഴി സംഘത്തിലേക്ക് മുഴുവനായി എത്തിപ്പെടാൻ സാധിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. 2 ഡ്രൈവർമാർക്കെതിരെ നടപടി സ്വീകരിച്ച് KSRTC. പാപ്പനംകോട് യൂണിറ്റിലെ ഡ്രൈവർ AT പ്രഭാഷ്, പൂവാർ യൂണിറ്റിലെ ഡ്രൈവറായ ഷൈൻ എന്നിവർക്കെതിരെയാണ് നടപടി. കരുനാഗപ്പള്ളിയിൽ നടന്ന അപകട മരണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രഭാഷിനെ സസ്പെൻഡ് ചെയ്യുകയും ഷൈനിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടെന്നും KSRTC അറിയിച്ചു. മഴ കനത്തതോടെ തൃശൂർ ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം അടച്ചിടാൻ തീരുമാനമായി. കനത്ത മഴയും കാറ്റുമാണ് ജില്ലയിൽ വിവിധയിടങ്ങളിൽ അനുഭവപ്പെടുന്നത്. അതിരപ്പള്ളി, വാഴച്ചാൽ, വിലങ്ങുകുന്ന്, കലശമല, പൂമല ഡാം, ഏനാമാവ് നെഹ്റു പാർക്ക്, ചെപ്പാറ, വാഴാനി ഡാം, പീച്ചി ഡാം, സ്നേഹതീരം ബീച്ച്, ചാവക്കാട് ബീച്ച്, തുമ്പൂർമൊഴി റിവർ ഗാർഡൻ എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം പ്രവേശനം വിലക്കിയിട്ടുണ്ട്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെയാണ് നിയന്ത്രണമെന്ന് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സെക്രട്ടറി അറിയിച്ചു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് സ്മാരകം പണിത സംഭവത്തിൽ ന്യായീകരണവുമായി P. ജയരാജൻ. ബോംബുണ്ടാക്കുന്നതിനിടെ കൊല്ലപ്പെട്ടവർക്ക് RSSും സ്മാരകം പണിതിട്ടുണ്ട്. പാനൂർ ചെറ്റക്കണ്ടിയിൽ ജീവസമർപ്പണം നടത്തിയവർക്കായുള്ള അനുസ്മരണ പരിപാടി തുടരുമെന്നും P. ജയരാജൻ സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു. ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭ പരമാധ്യക്ഷൻ അത്തനേഷ്യസ് യോഹാൻ മെത്രാപൊലീത്തയുടെ പൊതുദർശനം തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്ത്. 4 ഘട്ട ശുശ്രൂഷ ചടങ്ങുകൾ പൂർത്തിയായി. ഇന്നലെ രാവിലെ മുതൽ ആയിരക്കണക്കിന് ആളുകളാണ് മെത്രാപൊലീത്തയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നത്. ഇന്ന് രാവിലെ 11 മണിക്ക് സെന്റ് തോമസ് ഈസ്റ്റേൺ ചർച്ച് കത്തീഡ്രലിലാണ് സംസ്കാരം. കോടതിയലക്ഷ്യ കേസിൽ K. സുധാകരൻ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി.
ഷുഹൈബ് വധക്കേസിൽ CBI അന്വേഷണ ഹർജി തള്ളിയ ഹൈക്കോടതി ഉത്തരവ് നിലവാരമില്ലാത്തതാണ് എന്ന പരാമർശമാണ് കേസിന് ആധാരം. 2019 ഓഗസ്റ്റ് 3 ചാവക്കാട് നടത്തിയ പ്രസംഗത്തിലായിരുന്നു ഈ പരാമർശം. ഇനി കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ടതില്ല. പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിലെ പ്രതി അസം സ്വദേശി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ചതിനെ തള്ളി അഭിഭാഷകൻ അഡ്വക്കേറ്റ് BA ആളൂർ. കൊലപാതകത്തിൽ അമീറുൽ ഇസ്ലാം നിരപരാധിയെന്നും കുറ്റം ചെയ്തത് മറ്റാരോ ആണെന്നും വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോകുമെന്നും ആളൂർ പറഞ്ഞു. കൊടകര കുഴൽപ്പണക്കേസിൽ അന്വേഷണം വേഗത്തിലാക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. ഹർജിക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് ED കോടതിക്ക് മറുപടി നൽകിയിരുന്നു. K. സുരേന്ദ്രൻ അടക്കം ആരോപണ വിധേയരായ സംഭവത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണം കാര്യക്ഷമമല്ല എന്നാരോപിച്ച് ആം ആദ്മി പാർട്ടിയാണ് കോടതിയെ സമീപിച്ചത്. കൊടകര ദേശീയപാതയിൽ വെച്ച് കാറിൽ കൊണ്ടുപോകുകയായിരുന്ന 3.5 കോടി രൂപ ക്രിമിനൽ സംഘം തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ടാണ് കേസ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറി. ഇടുക്കി മണിമലയാറ്റിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ കാണാതായി. തിരുവനന്തപുരത്ത് അഗ്നിരക്ഷാ നിലയത്തിലെ കൺട്രോൾ റൂം 24 മണിക്കൂറും പ്രവർത്തിക്കും. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മെയ് 22 ന്യൂനമർദ്ദം രൂപപ്പെടാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഹോസ്ദുർഗിൽ 9 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിയുടെ ചിത്രം പോലീസ് പുറത്തുവിട്ടു. കുടക് മടിച്ചേരി സ്വദേശിയായ PA സലീമിന്റെ ചിത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച ശേഷം തൊട്ടടുത്ത ദിവസം ഇയാൾ കർണാടകയിലേക്ക് കടന്നുവെന്നാണ് വിവരം. പോലീസ് പ്രതിക്കായി ഊർജിതമായ അന്വേഷണം തുടരുകയാണ്. മഹാത്മാഗാന്ധി സർവകലാശാലയും കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് പിന്നാലെ റെക്കോർഡ് വേഗത്തിൽ ബിരുദ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ കുതിപ്പാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ R. ബിന്ദു പറഞ്ഞു. അവസാന സെമസ്റ്റർ ബിരുദ പരീക്ഷ കഴിഞ്ഞ് 10ാം ദിവസം ഫലം പ്രസിദ്ധീകരിച്ചാണ് MG സർവകലാശാലയും മികവ് ആവർത്തിച്ചത്. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. ഡൽഹി കരോൾബാഗിലെ മെട്രോ സ്റ്റേഷന് സമീപമുള്ള വസ്ത്ര വ്യാപാരശാലയിൽ വൻ തീപിടുത്തം. ഫയർഫോഴ്സിന്റെ 8 സംഘങ്ങൾ ചേർന്നാണ് തീ അണച്ചത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അപായപ്പെടുത്തുമെന്ന് ദില്ലി മെട്രോയിൽ ചുവരെഴുത്ത്. പട്ടേൽ നഗർ സ്റ്റേഷനിലും മെട്രോ കോച്ചിനകത്തുമാണ് ചുവരെഴുത്ത്. ഈ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ആം ആദ്മി പാർട്ടി വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകി. അരവിന്ദ് കെജ്രിവാളിന് എന്തെങ്കിലും സംഭവിച്ചാൽ BJPയും പ്രധാനമന്ത്രിയുമാണ് ഉത്തരവാദികളെന്നും ആം ആദ്മി പാർട്ടി കുറ്റപ്പെടുത്തി. ശ്രീലങ്കൻ സ്വദേശികളായ 4 IS ഭീകരരെ ATS ഗുജറാത്തിൽ പിടികൂടി. അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ശ്രീലങ്കയിൽ നിന്നും ചെന്നൈ വഴിയാണ് ഇവർ അഹമ്മദാബാദ് വിമാനത്താവളത്തിലെത്തിയത്. ഭീകരവിരുദ്ധ സേന ഇവരെ ചോദ്യം ചെയ്യുകയാണ്. കോൺഗ്രസിന്റെ രാജകുമാരൻ രാഹുൽ ബാബയ്ക്ക് ജൂൺ 4 ശേഷം കോൺഗ്രസിനെ കണ്ടുപിടിക്കാനുള്ള യാത്ര നടത്തേണ്ടി വരുമെന്നും എന്നാൽ ബൈനോക്കുലറിൽ പോലും കോൺഗ്രസിനെ കാണില്ലെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 40 സീറ്റ് പോലും നേടാൻ കോൺഗ്രസിനാകില്ലെന്നും അമിത്ഷാ പറഞ്ഞു. മദ്യനയ കേസിൽ മുൻ ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയുടെ ജാമ്യാപേക്ഷയിൽ ദില്ലി ഹൈക്കോടതി ഇന്ന് വിധി പറയും. CBIയും EDയും രജിസ്റ്റർ ചെയ്ത കേസിലാണ് സിസോദിയെ അറസ്റ്റ് ചെയ്തത്. ജാമ്യാപേക്ഷയിൽ ഈ മാസം 14 വാദം പൂർത്തിയായത്. രാഷ്ട്രീയ ജീവിതത്തിൽ താൻ നേരിട്ട ഏറ്റവും വലിയ ആരോപണം 250 ജോഡി വസ്ത്രങ്ങൾ സ്വന്തമാക്കിയെന്നാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് നേതാവും മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായ അമർ സിംഗ് ചൌധരിയാണ് ഈ ആരോപണം ഉന്നയിച്ചതെന്നും മോദി PTIക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീൻ അബ്ദുള്ള യാഹിന്റെയും മരണത്തിൽ ഇന്ത്യയിൽ ഇന്ന് ഒരു ദിവസത്തേക്ക് ദുഃഖാചരണം. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. ദുഃഖാചരണത്തിന്റെ ഭാഗമായി ഇന്നത്തെ എല്ലാ ഔദ്യോഗിക ആഘോഷ പരിപാടികളും റദ്ദാക്കി. ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടാനും തീരുമാനമുണ്ട്. ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വനിതകളുടെ 400 മീറ്റർ 2020 വിഭാഗത്തിൽ ലോക റെക്കോർഡോടെ സ്വർണം നേടി ഇന്ത്യയുടെ ദീപ്തി ജീവൻജി. ഈ ഇനത്തിലെ പുതിയ ലോക റെക്കോർഡ് ഇന്ത്യൻ താരത്തിനൊപ്പം നിൽക്കും. ഏഷ്യൻ റിലേ ചാമ്പ്യൻഷിപ്പിൽ 4x400 മീറ്റർ മിക്സഡ് റിലേയിൽ ഇന്ത്യക്ക് ദേശീയ റെക്കോർഡോടെ സ്വർണം. ഇന്നലെ
ബാങ്കോക്കിൽ നടന്ന കന്നി ചാമ്പ്യൻഷിപ്പിലാണ് ഇന്ത്യൻ താരങ്ങളുടെ നേട്ടം. മുഹമ്മദ് അജ്മൽ, ജ്യോതിക ശ്രീദന്തി, അമോദ് ജേക്കബ്, സുഭ വെങ്കടേശൻ എന്നിവരാണ് ദേശീയ റെക്കോർഡോടെ ലക്ഷ്യത്തിലെത്തിയത്. IPL-ൽ ഇന്ന് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാളിഫയറിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദുമായി ഏറ്റുമുട്ടും. നാളെ നടക്കുന്ന എലിമിനേറ്ററിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ രാജസ്ഥാൻ റോയൽസുമായി ഏറ്റുമുട്ടും. ആദ്യ ക്വാളിഫയറിലെ വിജയികൾ നേരിട്ട് ഫൈനലിലെത്തുമ്പോൾ തോൽക്കുന്നവർ രാജസ്ഥാൻ ബാംഗ്ലൂർ എലിമിനേറ്ററിലെ വിജയികളുമായി ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ 26-ന് ചെന്നൈയിൽ നടക്കുന്ന ഫൈനലിൽ ഏറ്റുമുട്ടും. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.